ദൈവത്തോടൊപ്പം ജീവിതത്തിൽ ഇത്രയും ദൂരം പിടിച്ചു നിന്നില്ലേ? ഈ ഒരു ഫൈറ്റ്, ഈ ഒരു ലൈഫിലെ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇവിടെ വരെ എത്തിയ നിന്നെ ദൈവം ഒരു ചാമ്പ്യനായിട്ടാണ് കാണുന്നത്. യു ആർ എ ചാമ്പ്യൻ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് അവർക്കുള്ള പല കാര്യങ്ങളും ഓർത്തിട്ട് നമ്മൾ ചിന്തിക്കും, ഈ ദൈവമേ നിങ്ങളൊരു പരാജയപ്പെട്ട വ്യക്തിയാണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും ഓർത്തോളുക, അവരെഴുതുന്ന പരീക്ഷയല്ല നിങ്ങളെഴുതുന്ന പരീക്ഷ. നിങ്ങൾ കടന്നു പോകുന്ന കാര്യങ്ങളല്ല അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു സ്പെഷ്യൽ വ്യക്തിയാണ്. ഞാൻ ഭിന്നശേഷിക്കാരുടെ ധ്യാനത്തിനിടയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ എന്നോട് ഇങ്ങനെ പറയാൻ, ആ വ്യക്തിയോട് പറയുകയായിരുന്നു, യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. നീ ഇവിടെ വരെ പിടിച്ചു നിന്നില്ലേ? 2004 സ്വന്തം അപ്പനെ അമ്മയെ നഷ്ടപ്പെട്ടു പോയ, ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല. അതിനുശേഷം മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് അസുഖം വന്ന് വീൽ ചെയറിലായിപ്പോയി ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തി ഒത്തിരിയും പിടിച്ചു നിന്ന് പല പ്രശ്നങ്ങളെ അതിജീവിച്ച് ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത് അതിജീവിച്ച് മുമ്പോട്ട് പോവുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോ ഇങ്ങനെ പറയാൻ പറഞ്ഞു, യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. ദൈവം നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മളത് ഭംഗിയായിട്ട് അത് ഓരോ പ്രതിസന്ധികളുമൊക്കെ ദൈവം ഒരുക്കിയ നൽകിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന് മുൻപിൽ, എല്ലാം അറിയുന്ന ദൈവത്തിന് മുൻപിൽ നീ ഒരു സക്സസ്ഫുൾ പേഴ്സണാണ്. മനുഷ്യൻ നിങ്ങളെ എങ്ങനെ അളക്കുന്നു, അനലൈസ് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് നോക്കിയാണെങ്കിൽ, നിങ്ങൾ അനലൈസ് ചെയ്യുന്നെങ്കിൽ ദൈവം നിങ്ങളെ നോക്കും. നിങ്ങൾക്ക് ആരാള്ള? ഈശോ നിങ്ങളുടെ കൂടെ ഇല്ലേ? ഈശോയിലൂടെ എല്ലാം നിങ്ങൾക്കുണ്ട്. യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. ഗോഡ് ബ്ലെസ് യു വിത്ത് ദിസ് തോട്ട്. എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ദൈവം എങ്ങനെ നമ്മളെ കാണുന്നു, എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു, എത്രമാത്രം നമ്മളോട് കരുണയോടെയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. കരുണാർദ്ര സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും ഈ ചലഞ്ചുകൾക്കിടയിലും ഈ പ്രതിസന്ധികൾക്കിടയിലും ലോകപ്രകാരം ചിലപ്പം പരാജയത്തിലൂടെയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ ഇതിന്റെ നടുവിൽ വിശ്വാസത്തിൽ, അഭിഷേകത്തിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വിജയകരമായ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ദൈവത്തോട് ചേർന്ന് നിങ്ങൾക്ക് സാധ്യമാകും. അതുകൊണ്ടാണ് നമ്മൾ അപ്പസ്തലന്മാരൊക്കെ ജീവിതം നോക്കുമ്പോൾ അവര് സഭയെ പ്രതിസന്ധികൾക്ക് നടുവിൽ അവരും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, സഭയും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് യേശുവിനെ കുറിച്ചുള്ള മനോഹരമായ സന്ദേശങ്ങൾ പങ്കുവെക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം നിറയപ്പെട്ടു. ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിശുദ്ധിയിലൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ, കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ തലകുത്തി നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്നത് എന്താ, നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ കർത്താവിന്റെ അഭിഷേകം കിട്ടും. കർത്താവ് എങ്ങനെ നമ്മളെ കാണുന്നു, സ്നേഹിക്കുന്നു, പിരിയാബന്ധമാണ് ആത്മാവിൽ നമ്മളുമായിട്ട്. ആ ബന്ധത്തെയൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് കർത്താവിന് നമ്മളോടുള്ള സ്നേഹം എത്രമാത്രം നമ്മളെ ആഴത്തിൽ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ തിരിച്ചറിയുമ്പോൾ ഈ സഹനത്തിന്റെ നടുവിൽ ആ സ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഈ ദിവസം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും. ആമേൻ.